കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് അരിപ്പായസം കൊണ്ടാണ് കേട്ടോ ഞാൻ, അതായത് 6:30-ക്ക് ശേഷം വന്നിട്ട് ചെറുതായിട്ട് ഒരു അരിപ്പായസം വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ സൗണ്ട് ഞാൻ നേരിട്ട് കൊടുക്കുകയാണ്, അത് എന്താവും എന്ന് എനിക്കറിയില്ല, ഞാൻ കൊള്ളാവും എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീടിൻ്റെ അടുത്ത സാനക്കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ സുജി സുഭാഷിൻ്റെ മോളാണ് കണ്ണൻകുട്ടി സാനി. അപ്പോൾ സാനക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ സാനക്കുട്ടിക്ക് എൻ്റെ പിറന്നാൾ ആശംസകൾ കേട്ടോ. ഓക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അരിപ്പായസമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി എടുത്തിരിക്കുന്നത്. റേഷൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 3 അല്ലി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ, 3 അല്ലി. പിന്നെ ഇതാ ഒരു നാളികേരമുണ്ട്. ഞാൻ അടുപ്പത്താണ് കേട്ടോ വെച്ചിറക്കുന്നത്. അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ കത്തിക്കുന്നുണ്ട് കേട്ടോ, തീയെ കത്തിക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഞാൻ ഗ്യാസിലാണ് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. ശർക്കര അടുപ്പത്ത് വെച്ചു. ഇതാ നാളികേരം ഉടക്കട്ടെ കേട്ടോ. കൂട്ടാനിരിക്കും. പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നാളികേരൊക്കെ കുറച്ച് ചിരകിയിട്ട് ചതച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ഇതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. അരി വേകുമ്പോഴേക്ക് ഞാൻ വേഗം ഇതൊക്കെ റെഡിയാക്കണം കേട്ടോ. ശർക്കരയും അരി പോലെ ഉണ്ടാക്കാനൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു മുറി തേങ്ങാപ്പാലും ഒഴിക്കുകയാണ്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊന്നും ഇല്ല കേട്ടോ, ഒരൊറ്റ തരം പാലുള്ളൂ. ഇതാണ്ട് കോരി കുടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി സമയമില്ല കേട്ടോ, ചോറൊക്കെ തിളപ്പിച്ച് വിട്ടണം. അപ്പോൾ നെയ്യും ഇതൊക്കെ കൊണ്ടൊന്ന് ഇടാം. പായസം റെഡി. അപ്പോൾ അമ്മ ഇവിടെ പായസം വാങ്ങി വെക്കുന്നുണ്ട്. അവിടെ പായസം ഒരു കിണ്ണത്തിലേക്ക് ആക്കട്ടെ കേട്ടോ. പായസം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കാം കേട്ടോ. കുക്കറൊക്കെ ആകെ കരി പിടിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച കാരണം. 4 അരി കൊണ്ട് ഒരൊറ്റ പാത്രം പായസം കിട്ടിയത്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഇതിൻ്റെ ഞാൻ ആദ്യം മിക്സിന് കൊടുക്കട്ടെ കേട്ടോ. ചൂടുണ്ട് കേട്ടോ.
പിന്നെ ഗോതമ്പ് ദോശ കഴിക്കുന്നു. ഞങ്ങളുടെ പായസം കുടിക്കൽ കഴിയാറായിട്ടോ. അപ്പോൾ കുടിക്കുന്നത് കാണിച്ചില്ല. ഇത് ഞങ്ങളുടെ അരിപ്പായസം റെഡി ആയിട്ടോ. ഇപ്പോൾ ചോറൊന്നുമില്ല. ഈ അരിപ്പായസം കഴിച്ച് തന്നെ ചോറൊക്കെ. മകള് വെച്ച പായസം അടിപൊളി, നല്ല ടേസ്റ്റ്. ഞാനങ്ങനെ കഴിക്കാത്തതാ. ആ ടേസ്റ്റ് ഉണ്ടാവുകൊണ്ട് കഴിക്കണം. അമ്മ അങ്ങനെയൊക്കെ പറയൂട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് മടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരില്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കമൻറ്റ് ചെയ്യട്ടെ, സമയമുള്ളപ്പോഴും. അപ്പോൾ ആരോടും കമൻറ്റ് ചെയ്യാത്തതിന് പരാതിയോ പരിഭവമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ ഒരു ലൈക്കെങ്കിലും തരിക. അപ്പോൾ ഇനി വീഡിയോ അവസാനിപ്പിക്കട്ടെ. പിന്നെ ചന്തയുടെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ചന്തയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം കുറേ പോത്തും എരുമകളൊക്കെ ഉണ്ട് കേട്ടോ. 2000 3000 ഒക്കെ ഉണ്ടാവും, കുറേ ഉണ്ടാവും. പക്ഷെ അത് എടുക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടി. അടുത്ത് തന്നെയാണ് വാണിയംകുളം ചന്ത. പക്ഷെ അത് കാണിക്കാൻ പോകാൻ ഒരു മടിയായിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് ഇരുന്നു. അപ്പോൾ ഇനി ഏട്ടന് പണിയില്ലാത്തപ്പോൾ ഞാൻ ബിജു ഏട്ടനെയും കൊണ്ട് പോയിട്ട് അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.